സാമൂഹ്യ സമത്വത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വൈകുണ്ഠസ്വാമി. ജനനം 1809 സ്വാമിത്തോപ്പ്, നാഗർകോവിലെ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്തു ജനിച്ചു. ബാല്യകാല നാമം മുടിച്ചൂടും പെരുമാൾ. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്ന പേര് സ്വീകരിച്ചു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നിവയ്ക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. എന്താണ് ചാന്നാർ ലഹള എന്ന് നോക്കാം. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിനു താഴെ എത്തും വിധം മുണ്ടുടുക്കാനോ മേൽമുണ്ട് ധരിക്കാനോ ഉള്ള അവകാശം ഇല്ലായിരുന്നു. അതിനു വേണ്ടി നടത്തിയ സമരമാണ് ചാന്നാർ ലഹള. ഊഴിയവേലയ്ക്കെതിരെ സമരം നയിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഊഴിയവേലയ്ക്കെതിരെ സമരം നയിച്ചു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാവും വൈകുണ്ഠസ്വാമികളാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകി. സ്വാമിത്തോപ്പിൽ മുന്തിരിക്കിണർ, സ്വാമിക്കിണർ എന്നിവ പണിതു. അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിൽ ഇരുന്ന് ആഹാരം കഴിക്കുക എന്ന ആശയത്തിലൂടെ സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. അടുത്ത് സമത്വ സമാജം. 1836 വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ഒരു സമാജമാണ് സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ സംഘടനയാണ് സമത്വ സമാജം. സ്ഥാപിക്കപ്പെട്ട സ്ഥലം കന്യാകുമാരിയിലെ സുചീന്ദ്രം എന്ന സ്ഥലത്താണ്. സമത്വ സമാജം സ്ഥാപിച്ചത് കന്യാകുമാരിയിലെ സുചീന്ദ്രം എന്ന സ്ഥലത്താണ്. ബ്രിട്ടീഷുകാരെ വൈറ്റ് ഡബിൾ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂറിലെ ഭരണത്തെ അനന്തപുരത്തെ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചു. ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ വൈറ്റ് ഡബിൾ അഥവാ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു. തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീച ഭരണം എന്നും വിളിച്ചു. 1837 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലം ശിങ്കാരത്തോപ്പ് ആണ്. ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന സങ്കല്പം ഇദ്ദേഹത്തിൻ്റെതാണ്. വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം തിരുക്കുറൽ ആണ് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നു. സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. മഹാവിഷ്ണുവിൻ്റെ അവതാരമെന്ന് സ്വയം പ്രഖ്യാപിച്ചിരുന്നു. സമ്പൂർണ്ണ ദേവൻ എന്ന് അറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമികളെയാണ്. ദക്ഷിണ ഇന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് മരുത്വമലയിൽ വൈകുണ്ഠസ്വാമികളാണ്. അദ്ദേഹം സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ നിഴൽ തങ്ങൾ എന്നറിയപ്പെടുന്നു. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചിന്താവഴിയാണ് അയ്യാവഴി. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴിയുടെ ക്ഷേത്രങ്ങൾ പതി എന്നറിയപ്പെടുന്നു. ആദ്യത്തെ പതി സ്ഥാപിച്ച സ്ഥലം സ്വാമിത്തോപ്പാണ്. സ്വാമിത്തോപ്പിലാണ് ആദ്യത്തെ 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചു. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിൻ്റെ വടം പിടിച്ച് പ്രതിഷേധിച്ചു. സാമൂഹ്യനീതിയും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുവാനും ചിട്ടയോടുകൂടിയ ജീവിതം നയിക്കാനുമുള്ള പരിശീലനം നൽകാനും തൂവൽപന്തി കൂട്ടായ്മ സംഘടിപ്പിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ പ്രധാന കൃതികൾ അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ